ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് പോയിന്റ് ആട്ടാ. നമ്മളിപ്പോൾ കഫേ അമുദം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാട്ടാ. അവിടെ നല്ല സൂപ്പറായിട്ടുള്ള തട്ട ഇഡ്ഡലിയൊക്കെ കിട്ടുമെന്നാണ് കേട്ടത്. സോ ലെറ്റ്സ് ഗോ. ഇനി ഞാൻ കാലത്ത് തന്നെ പോയിട്ട് എക്സസൈസ് ചെയ്തു ഗൈസ്. കാരണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിലെത്തി ഒരു 2 റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴേക്കും ഒരു ഫുട്ബോൾ പോലെയാവും. ബാംഗ്ലൂര് മൊത്തം മഴ എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമൻ്റെ വല്ലാതാ. ബിക്കോസ് നമ്മളിവിടെ വരുമ്പോൾ ശരിക്കും മഴ പാടില്ലാത്തതാണ് ഈ സമയത്ത്. പക്ഷെ എവിടേക്കോ മറ്റേ തമിഴ്നാട്ടിൽ സൈക്ലോണും ഇവിടെയും സൈക്ലോണും എല്ലാവരുടെയും സൈക്ലോണായിട്ട് എന്തായി, പവനായി ശവമായി. മഴ 2 ദിവസം കഴിഞ്ഞാൽ ഇനി മാറല്ലോ എന്ന് പറയുന്നു. അയ്യോ എൻ്റെ തല വെള്ളത്തിനെ. അയ്യോ നല്ല ക്ലീൻ ആണല്ലോ. നാശം പിടിക്കാനായിട്ട് മഴ വന്ന് ഇപ്പോഴൊന്നും നിക്കണ ലക്ഷണം കാണുന്നില്ല. അതല്ല ബാംഗ്ലൂർ ഒടുക്കത്തെ തിരക്കൻ്റെ അമ്മോ, ഭയങ്കര തിരക്ക്. കുട്ടിയും പട്ടിയും പശുവും എന്തൊക്കെയാ. പശു ചാടി എങ്ങനെയാണ് ഈ റോഡിൽ നിറച്ച് പശുവാണ്. അയ്യോ പശു മാറിയിട്ടില്ല, എങ്ങടേലൊക്കെ ഒന്ന് പോവാ. പശു ചിറിപ്പാഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കണേട്ടോ. ഒന്ന് സൂക്ഷിച്ചോ. ഇത് മാനുവലാണ്. AC ഒക്കെ ഓഫാക്കി. പക്ഷെ ഇതിന്റെ പണി കഴിഞ്ഞപ്പോ ഇല്ലല്ലോ. ഈ ഓട്ടോക്കാരൊക്കെ നല്ല സ്പീഡിൽ കൂടെയാണ് ഈ ചളിവെള്ളത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വെള്ളപ്പൊക്കം കൂടി വരുമോ? ബാംഗ്ലൂർ വണ്ടി എടുക്കലേ എളുപ്പമല്ല മക്കളെ. അയ്യോ അതിന്റെ സൈഡിൽ കൂടെ ആൾക്കാർ നടക്കുന്നുണ്ട്. അവരുടെ മേത്ത് ചെളിയും കൂടി ആവാൻ പാടില്ല. അത് എവിടെ ഇടിച്ചിട്ടോ ഒരു. എന്റെ അനീതി എന്നോട് പറഞ്ഞു തന്നെ, അതായത് ബാംഗ്ലൂർ ഇപ്പൊ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഞാൻ കുറെ സ്വെറ്ററൊക്കെ പൊക്കിക്കൊണ്ട് വന്നായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 ദിവസം തന്നെ ഈ ചൂടെടുത്തിട്ട് വേണ്ടായിരുന്നില്ല. ഈ മഴ കാരണമാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഈർപ്പം കെട്ടി നിൽക്കാന്ന് പറയുന്നത് അതുപോലെ. എനിക്കിപ്പോഴും അത്ര ചൂട് തണുപ്പ് തോന്നുന്നില്ലല്ലോ. നമ്മള് ആക്ച്വലി ഇവിടെ വർക്കിംഗ് ആട്ടോ. ഈ ആഴ്ച മുഴുവൻ നമുക്ക് ജോലിയുണ്ട്. ആഫ്രിക്കയിലെ ഒരു 8:30 സമയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു 12 മണിയാണ്. അപ്പൊ 12 മണിക്ക് നമുക്ക് ലോഗിൻ ചെയ്താൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് മുന്നായിട്ട് തന്നെ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഈശ്വര. പക്ഷെ ഇവിടുത്തെ ട്രാഫിക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. ഫുൾ പാക്ഡ് ആയിട്ട്. നമ്മള് കുറച്ച് സമയം എന്ന് വിചാരിക്കണതൊക്കെ ഇവിടെ ഭയങ്കര സമയമാണ്. ഒരു സർവീസ് റോഡിൽ കയറിയിട്ട് ഇവിടെ സ്റ്റക്കായിട്ട് കിടക്കുക. എന്റെ ദൈവം. ഈ അമ്പലത്തിൽ നമ്മളെപ്പോഴും, ഞാനങ്ങ് ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും കാണാറുള്ളതായിട്ടാ ഈ ഹനുമാന്റെ അമ്പലം. ഹനുമാനുണ്ട് ഇവിടെ. ഇത് ഒരു ഒറിയ ടെമ്പിളാണെന്ന് തോന്നുന്നത്. ഇത് പുരി എന്ന് പറഞ്ഞ അമ്പലമാണെന്ന് തോന്നുന്നത്. ഈ കാണുന്നത് റോഡൊക്കെ ഉണ്ടല്ലോ, എല്ലാടിയും കുഴിയാണ്. കുഴി എന്ന് വെച്ചാൽ ലോകം കുഴിയാ. അതേ ഇവിടെ ഒരു കുഴി, വലിയൊരു കുഴി. ഇവിടെ കുഴി എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും കുഴി ചാടിയേ പറ്റില്ല. ബാംഗ്ലൂരിലെ ഐക്കോണിക് ആയിട്ടുള്ള HSR ലേഔട്ട്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എല്ലാവിധ തരത്തിലുള്ള സ്റ്റോപ്സ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യക്കാർ ഈ സൈഡിൽ കൂടുതലാണ്. പിന്നെ വിലയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഇതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടുത്തെ റോഡൊക്കെ അത്യാവശ്യത്തിന് ബ്രോഡാല്ലേ, പിന്നെ മെയിൻ റോഡ്. നമ്മളിവിടെ പാർക്കിംഗ് തപ്പി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ആൾക്കാർ ബ്ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്ന പുറത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട്. മനസ്സിലായോ? ഇന്ന് നമ്മളിവിടെ ഇറങ്ങും. നമ്മള് ഹോട്ടൽ അമുദത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഇല്ല, ഫുൾ ബ്ലോക്കാണ്. അതുകൊണ്ട് ചന്ദ്ര പോയിട്ട് പാർക്ക് ചെയ്യാൻ പോയിക്കാം. ഇതാട്ടോ ഈ ഹോട്ടല്.
നമ്മളിപ്പോൾ ഒരു ലോഡ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മസാല ദോശ കേട്ടോ, ഉള്ള പൊടിയുണ്ട്. തട്ട ഇഡ്ഡലിയാണ്, തട്ട ഇഡ്ഡലി. സ്വീറ്റ് കേസരി. ഇത് റാഗി തട്ട ഇഡ്ഡലി. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറ. റാഗി സോഫ്റ്റ് ആണോ? അത്ര സോഫ്റ്റ് അല്ല. മിനി ഇഡ്ഡലി കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞ എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? ആക്ച്വലി 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ തന്നെ ബാംഗ്ലൂർ കുറേ മാറിയിട്ടുണ്ട്. ഈവൻ ബാംഗ്ലൂരിലെ വിലയും. ഫീനിക്സ് മോളിൽ പോയപ്പോഴാണ് ഒരു ചായക്ക്, സാധാ ഒരു ചായക്ക്, 1/4 ഗ്ലാസ് ചായക്ക് 150 രൂപ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയതാണ്. അങ്ങനെയാണ് ഈ ഹോട്ടൽ അമുദത്തിലേക്ക് തട്ട ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി വരുന്നത്. ആദ്യമായിട്ടാണ് തട്ട ഇഡ്ഡലി കഴിക്കുന്നത്, അതുകൊണ്ട് തട്ടി മറിഞ്ഞു പോയി. അപ്പോൾ ആ ഇഡ്ഡലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സോഫ്റ്റ് ഇഡ്ഡലി അല്ല, ഇത്തിരി ഹാർഡായിട്ട് ഇഡ്ഡലിയാണ്. അതിൽ ആ മസാലയും ചട്നിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് വരുന്നത്. നല്ലൊരു പറയേണ്ട കാര്യം, ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള എൻവയറമെൻറ്റിലാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ മിനി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ആ മിനി ഇഡ്ഡലി വായിലിട്ട് അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കയ്യിൽ നിന്ന്. പിന്നെ ആ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ഇലയിലാണ് അവർ വെച്ച് തരുന്നുണ്ട്. പിന്നെ ഇവരൊരു ലോഡ് നെയ്യ് പാക്കറ്റിലെടുത്ത് ഇതിലൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ സാധനത്തിനും ആ നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അതുതന്നെ നമുക്ക് ഇഷ്ടപ്പെടും. നല്ല നെയ്യ് ഒഴിച്ച ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. പിന്നെ നെയ്യ് കോരി ഒഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടം കൊളസ്ട്രോൾ വരുമോ നടക്കാൻ പേടിച്ചു പോയായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടെ ഉള്ള എല്ലാ സ്പെഷ്യൽ ഐറ്റംസ്, തട്ട ഇഡ്ഡലി, റാഗി തട്ട ഇഡ്ഡലി, പിന്നെ കേസരി, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു, ഒന്നും വിടാണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി റേറ്റ് പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം, എനിക്ക് എത്ര പ്രൈസായി എന്നുള്ളത്. പക്ഷേ ഇവരുടെ സർവീസ്, ആ എൻവയറമെൻറ്റ് ഭയങ്കര ക്ലീനാണ്. പിന്നെ നല്ല ഇലയൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. പിന്നെ നമ്മൾ തന്നെ പോയിട്ട് പേ ചെയ്ത് കളക്ട് ചെയ്ത് നമ്മുടെ ഇതിൽ കൊണ്ടുവരണം. ആ കേസരിയും ഈ മസാല ദോശയൊക്കെ ബാംഗ്ലൂർ സ്റ്റൈൽ മസാല ദോശയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഹാർഡായിട്ടുള്ള മസാല ദോശ, നമ്മുടെ നാട്ടിലെ പോലത്തെ തിന്നല്ല. പിന്നെ 2-3 തരത്തിലുള്ള ചട്നി തരുന്നുണ്ട്, സാമ്പാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഈ പൊടി ഉണ്ടല്ലോ, പൊടി നമ്മൾ ആ ഇഡ്ഡലിൻ്റെ കൂടെ ഒന്ന് ചമ്മന്തിയാക്കി മിക്സ് അടിച്ച് കഴിച്ചു നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിതും ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ നാട്ടിൽ ഇതിനെന്തായാലും പറയും, നമ്മൾ കേസരി എന്നാണെന്ന് പറയാതാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. നല്ല പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ചായയോട് കൂടി കുടിച്ച് അവസാനിപ്പിച്ചു. പക്ഷേ ബില്ല് കയ്യിൽ കിട്ടിയപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് ബാംഗ്ലൂർ ഇത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഭക്ഷണം ഇത്ര വില കുറവിൽ കിട്ടുന്ന സ്ഥലം ഉണ്ടോയെന്ന്. അപ്പം നമ്മൾ ഹോട്ടൽ അമുദത്തിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞൂട്ടാ. എങ്ങനെയുണ്ടായിരുന്നു ടുട്ടോ മിനി ഇഡ്ഡലി? അതൊക്കെ ഇഷ്ടമായാ? ടുട്ടുവിന് ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് പോയിന്റ് ആട്ടാ. 500 രൂപയായുള്ളൂ നമുക്ക് ആ മൊത്തം തട്ട ഇഡ്ഡലി, മിനി ഇഡ്ഡലി, മസാല ദോശ, ചാരാണ്ട് ചായ, പിന്നെ റാഗി തട്ട ഇഡ്ഡലി, അങ്ങനെ കുറേ ഐറ്റംസിനൊക്കെ, പിന്നെ ഒരു സ്വീറ്റ് പൊങ്കലും. ഇത്ര ഐറ്റംസിന് 500 രൂപയായത്. ആക്ച്വലി എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഫീനിക്സ് മാളിൽ പോയിട്ട് ഒരു ചായക്ക് തന്നെ ഉണ്ട് 10-200 രൂപ. അപ്പോൾ ആ ഒരു ഷോക്ക് മാറിയത് ആക്ച്വലി ഇത്രയധികം ഐറ്റംസും നല്ല അത്യാവശ്യത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഷോപ്സും നല്ല ക്വാളിറ്റി ഉള്ള ഷോപ്സും ഭയങ്കര ക്ലീൻ ആട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് ഈസ് നൈസ്ലി ക്ലീൻ. കൂടാണ്ട് അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ സെർവ് ചെയ്യുന്നവരെല്ലാവരും ഗ്ലൗസ് ഇട്ടിട്ട് ഭയങ്കര ക്ലീൻ ആണ്. അതുതന്നെ നമുക്ക് ഭയങ്കര തൃപ്തിയാവട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അത് നിങ്ങളുടെ ഐശ്വര്യ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ക്രേസി ട്ടാ.